रोज सवेरे हमको मिलते बाबा अमृत वेले, बाबा अमृत वेले। रोज सवेरे हमको मिलते बाबा अमृत वेले, बाबा अमृत वेले। ऐसा लगता इंतजार में, ऐसा लगता इंतजार में, बैठे आप अकेले बाबा अमृत वेले। रोज सवेरे हमको मिलते बाबा अमृत वेले, बाबा अमृत वेले। पहली नजर में देकर दृष्टि प्यार से भर देते हो, प्यार से भर देते हो। पकड़ के उंगली साथ में अपने बाबा ले लेते हो, अतीन्द्रिय सुख की मस्ती में झूल रहे हम झूले बाबा अमृत वेले। रोज सवेरे हमको मिलते बाबा अमृत वेले, बाबा अमृत वेले। जी करता है उड़कर आए और यहीं रह जाएं, और यहीं रह जाएं। यादों में से खो जाएं, खुद को भी ना पाए, खुद को भी ना पाए। संगम युग में संग आपके लगे मिलन के मेले बाबा अमृत वेले। रोज सवेरे हमको मिलते बाबा अमृत वेले, बाबा अमृत वेले। ऐसा लगता
इंतजार में, ऐसा लगता इंतजार में बैठे आप अकेले। बाबा अमृत वेले, रोज सवेरे हमको मिलते बाबा अमृत वेले। बाबा अमृत वेले। ഓം ശാന്തി. ഇന്ന് തിങ്കളാഴ്ച വ്രതമാണെനിക്ക്. മുഴുവൻ ദിവസവും ശാന്തതയോടെ ഇരിക്കും. ഇന്നത്തെ സുമാനം ഞാൻ ശാന്ത സ്വരൂപമാണ്. ശാന്തിയുടെ സാഗരനായ ബാബയുടെ കുട്ടിയാണ്. ശാന്തിധാം നിവാസിയാണ്. ഇന്ന് ബാബയിൽ വിശേഷ സംബന്ധം മാതാവിൻ്റെ. പരമ്പൊരുൾ പരമമായ മാതാവ് ആ പരമാത്മ ചൈതന്യം ഇപ്പോൾ എൻ്റെ ശിരസ്സിന് മുകളിൽ മാതൃവാത്സല്യത്തോടെ ശാന്തിയുടെ ശീതള കിരണങ്ങൾ ഒഴുക്കിക്കൊണ്ട് ആ ഫൗണ്ടനിൽ മാതൃവാത്സല്യത്തിൻ്റെ ശാന്തമായ ശീതള പ്രവാഹം ശിരസ്സു മുതൽ പാദം വരെ ആത്മാവിലേക്കും ശരീരത്തിലെ ഓരോ അംഗങ്ങളിലേക്കും മാതാവിൻ്റെ കരങ്ങൾ പോലെ ശിവബാബയിൽ നിന്ന് ശാന്തിയുടെ ശീതളമായ കിരണങ്ങൾ ശരീരമാസകലമൊഴുകി മാതാവിൻ്റെ കരങ്ങൾ തഴുകുന്നത് പോലെ
സർവകർമ്മേന്ദ്രിയങ്ങളും ശാന്തവും ശക്തിശാലിയുമാകുകയാണ്. ശാന്തിയുടെ ശീതളപ്രകാശത്താൽ തുന്നിയ ഉടുപ്പ് ഭാവയാകുന്ന മാതാവ് ഇട്ട് തന്നിരിക്കുന്നത് പോലെ ശാന്തിയുടെ ഊർജ്ജതരംഗങ്ങൾ ചുറ്റുപാടിലേക്കും പരക്കുകയാണ്. ശാന്തിയിലെ ശക്തി ബലം ശരീരത്തിനും മനസ്സിനും ഫീൽ ചെയ്യുകയാണ്.
ശാന്തമായ മനസ്സോടെ ശാന്തമായ ശീതളപ്രകാശത്താൽ ബാബയാകുന്ന മാതാവ് നൽകിയ പ്രകാശപൂരിതമായ വസ്ത്രത്തോടെ, മാലാഖ വസ്ത്രത്തിൽ ശാന്തിദൂതനായ ബ്രഹ്മബാവ അതിബൃഹത്തായ മാതാവിൻ്റെ അരികിൽ ബ്രഹ്മാമാം ബാബയുടെ പരിധിയില്ലാത്ത കരവലയങ്ങൾക്കുള്ളിലേക്ക്, ആ ചുമലിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ മാതൃവാത്സല്യത്തിൽ മുഴുകി ശാന്തിയുടെ ശീതളമായ ഛത്രഛായയിലാണ്. ബാബയുടെ മടിത്തട്ടിൽ നിന്ന് ബാബ തന്നെ യജ്ഞമാതാവായ ജഗദംബ സരസ്വതി മാതേശ്വരിജിയുടെ മടിത്തട്ടിലേക്ക് സൂചന നൽകി. ഞാനിപ്പോൾ മമ്മയുടെ മടിത്തട്ടിലാണ്. ശാന്തിയുടെ ശീതളാദേവി ആ മാതാവ് ദൃഷ്ടിയിലൂടെ മാതൃസ്നേഹം മുഴുവൻ നൽകി. ശാന്തിദൂത ഭവ വരദാനം നൽകി ആശീർവദിക്കുകയാണ്.
യജ്ഞമാതാവിൻ്റെയും യജ്ഞപിതാവിൻ്റെയും രണ്ടമ്മമാരുടെയും മാതൃവാത്സല്യം അനുഭവം ചെയ്തുകൊണ്ട് പരമമായ മാതാവ്, പരമ്പൊരുൾ, വിശ്വമാതാവ്, ജഗത് മാതാ, ഭഗവാന്റെ അരികിലാണിപ്പോൾ. അതിവിശാലമായ മടിത്തട്ടിലേക്ക് പരിധിയില്ലാത്ത മടിത്തട്ടിലേക്ക് ആ മാതാവിനെ കണ്ട് കണ്ട് അമൃതവേളയിലെ ഈ സുന്ദരമായ ശാന്തമായ വായുമണ്ഡലത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ശിവബാബയാകുന്ന എൻ്റെ അമ്മയെ നോക്കി ആ മടിത്തട്ടിൽ കിടക്കുകയാണ്. സത്യം, ശിവം, സുന്ദരം. എത്ര സുന്ദരിയാണ് എൻ്റെ മാതാവ്, ലോകസുന്ദരി. ഭഗവാനേക്കാളും സുന്ദരമായി ഈ ലോകത്തിലൊന്നും തന്നെയില്ലല്ലോ. രൂപം ബിന്ദുവാണെങ്കിലും സത്യവും ശിവവും സുന്ദരവുമാണ് എൻ്റെ മാതാവ്. ബാബയെ കണി കാണാൻ കിട്ടിയ സൗഭാഗ്യശാലിയാണ് ഞാൻ. ഈ പരമസൗന്ദര്യത്തെ കണി കണ്ടുകൊണ്ടാണല്ലോ ഞാൻ നിത്യേന ഉണരുന്നത്. ഇന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എനിക്ക് ആ സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. സംഗമയുഗത്തിൽ ഒരു ദിനം കൂടി ബാബയോടൊപ്പം വിശ്വമാതാവിൻ്റെ മടിത്തട്ടിലിരിക്കാൻ അമ്മേ ഭഗവതി ദേവി എന്നെല്ലാം ഞാൻ എത്ര വിളിച്ചിട്ടുണ്ട്. അന്ന് ഈ മാതാവിനെ എനിക്ക് വിളിക്കാൻ മാത്രമല്ലേ അറിയാമായിരുന്നുള്ളൂ. ബാബ, ഇപ്പോഴല്ല എൻ്റെ മാതാവിനെ ഞാൻ കണ്ടുകൊണ്ട് എൻ്റെ മാതാവിനെ അറിഞ്ഞുകൊണ്ട് എൻ്റെ മാതാവിനെ അനുഭവിക്കുന്നത്.
ശാന്തിയുടെ മാധുര്യം നൽകുന്ന ബാവയാകുന്ന മാതാവിൻ്റെ മടിത്തട്ടിലിരുന്ന് ശാന്തിയുടെ മാധുര്യം മുഴുവൻ അനുഭവം ചെയ്യും. सबको लुटाए, शांति सबको लुटाए, शांति सागर की लहरें। शांति अमृत के सागर में जो कोई गहरा जाए, शांति अमृत के सागर में जो कोई गहरा जाए, आनंद के झूले झूले आत्म तृप्ति वो पाए, पा लिया अब जो पाना था फिर वो आत्मा गाए, फिर वो आत्मा गाए।
മാതാവിൻ്റെയും മാതൃഗൃഹത്തിൻ്റെയും മാധുര്യം മുഴുവൻ ശാന്തിയുടെ സുഖം എടുക്കുകയാണ് ഞാൻ. മധുരമായ മാതാവും മധുരമായ മാതാവും മധുരമായ എൻ്റെ വീടും ബാബ മധുരമായ കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് നിത്യേന ബാബ എനിക്ക് മാതൃസ്നേഹമൊഴുക്കി മുരളിയാകുന്ന താരാട്ട് പാട്ടിലൂടെ എന്നെ പരിപാലിക്കുകയല്ലേ. ബാബയെ പോലെ ബാബയാകുന്ന മാതാവിനെ പോലെ എന്നെയും മധുരമാക്കി മാറ്റാൻ ബാബ എനിക്കെത്ര ലാളനയാണ്, പാലനയാണ്. മാതൃവാത്സല്യത്തോടെ നൽകുന്നത്. ബാബയാകുന്ന മാതാവിൻ്റെ മടിത്തട്ടിൽ ശാന്തിയുടെ മാധുര്യം മുഴുവൻ നുകർന്ന് മധുരമായ സന്താനമായി തീരുകയാണ് ഞാൻ. ബാബ നൽകിയ ഈ മാധുര്യത്തോടുകൂടി ഞാൻ ഈ തിങ്കളാഴ്ച വ്രതം നോക്കാൻ പോകുകയാണെന്ന് ഇന്ന് മുഴുവൻ ദിവസവും ഞാൻ ശാന്തിയുടെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് സ്വയം ശാന്തസ്വരൂപമായിരിക്കും. ഇന്നാരെങ്ങനെയുള്ളവരെൻ്റെ മുന്നിൽ വന്നാലും ഞാൻ ശാന്തമായി പെരുമാറും. ശാന്തമായ വാക്കുകൾ ഉപയോഗിക്കും. എന്ത് അസ്വസ്ഥതയുണ്ടാക്കുന്ന സാഹചര്യമോ വാർത്തകളോ വ്യക്തികളോ വന്നാലും ശാന്തിയുടെ മാധുര്യം ഞാൻ കൈവിടില്ല. ഇപ്പോൾ മുതൽ ഒരു 7 തവണ വീതം 3 സമാനങ്ങൾ ഇന്നത്തേക്ക് എഴുതാം. അനുഭവം ചെയ്തുകൊണ്ട് എഴുതുക. ഞാൻ ശാന്തസ്വരൂപമാണ്. ഞാൻ എന്നെഴുതുമ്പോൾ
ആത്മസ്വരൂപത്തെ ഫീൽ ചെയ്ത് ശാന്തിയുടെ ശീതളപ്രകാശം മനസ്സിലും ശരീരത്തിലും മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടെഴുതുക. അന്തരീക്ഷത്തിലേക്ക് ആ ഊർജം പകരുന്നത് കാണാം. അങ്ങനെ എഴുതണം. രണ്ടാമത്തത്, ഞാൻ ശാന്തിയുടെ സാഗരമായ ബാബയുടെ കുട്ടിയാണ്. അനുഭവം ചെയ്തുകൊണ്ടെഴുതുക. മൂന്നാമത്തത്, ഞാൻ ശാന്തിധാം നിവാസിയാണ്. ഞാൻ എഴുതുമ്പോൾ ആത്മാവിനെ കണ്ടുകൊണ്ട്, ശാന്തിധാം എഴുതുമ്പോൾ ശാന്തിധാമത്തിലെ മധുരമായ ശാന്തി അനുഭവം ചെയ്തുകൊണ്ട് എഴുതും. ഇപ്രകാരം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാം. ഓം ശാന്തി. ശാന്തിയൊഴുകുകയായി ഉലകിൽ സ്നേഹമൊഴുകുകയായി. ശാന്തിയൊഴുകുകയായി ഉലകിൽ സ്നേഹമൊഴുകുകയായി. സംഗമയുഗത്തിൻ സാരഥി വരവായി ശ്രീമതമൊഴുകുകയായി. സംഗമയുഗത്തിൻ സാരഥി വരവായി ശ്രീമതമൊഴുകുകയായി. ശാന്തി ഓം 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 ശാന്തി. പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം ശാന്തമാകാൻ. പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം ശാന്തമാകാൻ. കാമക്രോധങ്ങൾ ലോഭമോഹങ്ങൾ സർവം ശാന്തമാകാൻ. കാമക്രോധങ്ങൾ
ശാന്തി